ലീഗ് കോട്ടയാണ് മലപ്പുറം ലോക്സഭാ മണ്ഡലം. കുത്തൊഴുക്കിലും കാലിടറാതെ നിന്ന പച്ചമണ്ണ്. സംസ്ഥാനത്തെ പ്രായം കുറഞ്ഞ ലോക്സഭാ മണ്ഡലങ്ങളിൽ ഒന്നും. 2008 മണ്ഡല പുനരേകീകരണത്തോടെയാണ് അതുവരെ ഉണ്ടായിരുന്ന മഞ്ചേരി ഇല്ലാതായി പുതിയ മലപ്പുറം മണ്ഡലം നിലവിൽ വന്നത്. മഞ്ചേരി ആയിരുന്നപ്പോഴും പിന്നീട് മലപ്പുറമായപ്പോഴും മുസ്ലിം ലീഗിൻ്റെ ഉറച്ച കോട്ട. ഇത്തവണയും വിജയം ഏകപക്ഷീയമാകുമെന്നാണ് ലീഗിൻ്റെ കണക്കുകൂട്ടൽ. അതേസമയം പഴയ മഞ്ചേരി ഷോക്കിൻ്റെ ഗൃഹാതുരതയിലാണ് CPM. കൊണ്ടോട്ടി, മഞ്ചേരി, പെരിന്തൽമണ്ണ, മങ്കട, മലപ്പുറം, വേങ്ങര, വള്ളിക്കുന്ന് എന്നീ നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്നതാണ് മലപ്പുറം ലോക്സഭാ മണ്ഡലം. 7 മണ്ഡലങ്ങളും ലീഗിനൊപ്പം. 2004 തെരഞ്ഞെടുപ്പിൽ മഞ്ചേരിയായിരിക്കെ TK ഹംസയിലൂടെ മണ്ഡലം പിടിച്ചടക്കിയത് മാത്രമാണ് CPMന് ആശ്വാസത്തിനുള്ള ഏകവക. 2019 7 നിയമസഭാ മണ്ഡലങ്ങളിലും വ്യക്തമായ ലീഡ് നേടിയാണ് PK കുഞ്ഞാലിക്കുട്ടി ലോക്സഭയിലെത്തിയത്. എതിർ സ്ഥാനാർത്ഥിയായ VP സാനുവിനേക്കാൾ 2.6 ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് അന്ന് മലപ്പുറം കുഞ്ഞാലിക്കുട്ടിക്ക് നൽകിയത്. 2021 ഉപതെരഞ്ഞെടുപ്പിൽ MP അബ്ദുസമദ് സമദാനിയിലൂടെ ലീഗ് മണ്ഡലം നിലനിർത്തി. ഭൂരിപക്ഷം 1.14 ലക്ഷത്തിലേക്ക് കുറയ്ക്കാനായത് ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിൻ്റെ ആശ്വാസമായി. അസാധ്യമായി ഒന്നുമില്ല എന്നതിൻ്റെ തെളിവായിരുന്നു പഴയ മണ്ഡലമായ മഞ്ചേരിയിൽ TK ഹംസയുടെ ജയം. ലീഗിന് അത് നൽകിയത് ചരിത്രത്തിലെ ഏറ്റവും വലിയ ഷോക്കും. 1952 നടന്ന തെരഞ്ഞെടുപ്പിൽ മലപ്പുറത്തെ പ്രതിദാനം ചെയ്ത് ആദ്യമായി പാർലമെൻറ്റിലെത്തിയത് ലീഗ് നേതാവ് B. പോക്കർ. ഐക്യ കേരളമാവുകയും മഞ്ചേരി മണ്ഡലം നിലവിൽ വരികയും ചെയ്ത ശേഷം 57 തെരഞ്ഞെടുപ്പിൽ പോക്കറിലൂടെ ലീഗ് വിജയം ആവർത്തിച്ചു. 62, 67, 71 മഞ്ചേരിയെ പ്രതിദാനം ചെയ്തത് ലീഗ് സ്ഥാപക പ്രസിഡന്റ് മുഹമ്മദ് ഇസ്മായിൽ. തുടർന്ന് 77, 80, 84, 89 വർഷങ്ങളിലും ഇബ്രാഹിം സുലൈമാൻ സേട്ട് വൻ ഭൂരിപക്ഷത്തിൽ ജയിച്ചു കയറി. 1991, 96, 98, 99 തെരഞ്ഞെടുപ്പുകളിൽ തുടർച്ചയായി വിജയം കൊയ്ത മുൻ കേന്ദ്രമന്ത്രി E. അഹമ്മദ് 2004 പൊന്നാനിയിലേക്ക് മാറി. പകരക്കാരനായ KPA മജീദിന് TK ഹംസയ്ക്ക് മുന്നിൽ അടിയറവ് പറയേണ്ടി വന്നു. ചരിത്രത്തിൽ ആദ്യമായി ലീഗ് കോട്ട ഇടത്തോട്ട് ചെരിഞ്ഞപ്പോൾ ഹംസയ്ക്ക് ലഭിച്ച ഭൂരിപക്ഷം 47,743. മഞ്ചേരി പേരും അതിരും മാറിയതോടെ ലീഗ് പ്രതാപം തിരിച്ചുപിടിച്ചു. 2009 തെരഞ്ഞെടുപ്പിൽ തിരിച്ചെത്തിയ E. അഹമ്മദ് TK ഹംസയെ ലക്ഷത്തിൽ പരം വോട്ടിന് പരാജയപ്പെടുത്തി മഞ്ചേരിയിലെ തോൽവിക്ക് പകരം വീട്ടി. 2014 അഹമ്മദിലൂടെ ലീഗ് ഭൂരിപക്ഷം ഉയർത്തി. അഹമ്മദിൻ്റെ മരണത്തെ തുടർന്ന് 2017 ഉപതെരഞ്ഞെടുപ്പിൽ PK കുഞ്ഞാലിക്കുട്ടി UDF വോട്ടുകൾ 5 ലക്ഷം കടത്തി. മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൽ BJPക്ക് കാര്യമായ മുന്നേറ്റം ഉണ്ടാക്കാനായിട്ടില്ല. 2019 നേടിയ 82,000 വോട്ടാണ് BJPക്ക് ലഭിച്ച ഉയർന്ന വോട്ട്. മണ്ഡലത്തിലെ ക്രമാനുഗതമായ വോട്ട് വർധനവ് ഇത്തവണ 1 ലക്ഷം കടക്കുമെന്നാണ് BJPയുടെ പ്രതീക്ഷ. 2021 ഉപതെരഞ്ഞെടുപ്പിൽ AP അബ്ദുള്ളക്കുട്ടി സ്ഥാനാർത്ഥിയായപ്പോൾ BJPയുടെ വോട്ട് 68,000 കുറയുകയാണ് ഉണ്ടായത്. ഇത്തവണ മത്സര രംഗത്തില്ലെങ്കിലും STPIയുടെ വോട്ടുകളും എടുത്തു പറയേണ്ടതാണ്. 2021 ഉപതെരഞ്ഞെടുപ്പിൽ STPI നേടിയത് 46,756 വോട്ടാണ്. ന്യൂനപക്ഷ പ്രശ്നങ്ങൾ ആഴത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന മലപ്പുറത്ത് വികസനത്തിനുപരി പൗരത്വ ഭേദഗതി നിയമം ഉൾപ്പെടെ പ്രചാരണ വിഷയമാകുമ്പോൾ നിർണായകമാവുക മുസ്ലിം മതസംഘടനകളുടെ നിലപാടുകളാവും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സമദാനിയുടെ ഭൂരിപക്ഷം കുറച്ചതിൻ്റെ ആത്മവിശ്വാസം LDFനുണ്ട്. സമസ്തയ്ക്കും ലീഗിനുമിടയിലെ പ്രശ്നങ്ങൾ അനുകൂലമാകുമെന്ന് CPM കരുതുമ്പോൾ ഉറച്ച കോട്ടയായ മലപ്പുറത്ത് ഇക്കുറിയും ചിത്രം മാറില്ലെന്നാണ് ലീഗിൻ്റെ കട്ടായം.